ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പദവി അവസാന നിമിഷം നഷ്ടമായതിൽ അതൃപ്തിയിലായിരുന്ന ശ്രീലേഖയെ അനുനയിപ്പിച്ച് BJP സംസ്ഥാന നേതൃത്വം. വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റ് നൽകാനാണ് ധാരണ. പരാജയപ്പെട്ടാൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമടക്കമുള്ള പദവികളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, നേതാക്കൾ ശ്രീലേഖയുമായി ഇക്കാര്യങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞോ? സുജയ, ഇതിനോടകം തന്നെ അക്കാര്യം സംസാരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ധാരണകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ രാവിലെ വരെ ശ്രീലേഖയുടെ പേരായിരുന്നു ഉയർന്നു കേട്ടത്. പക്ഷെ പിന്നീട് വലിയൊരു ട്വിസ്റ്റ് അക്കാര്യത്തിൽ സംഭവിക്കുകയും ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുകയും അങ്ങനെ VV രാജേഷിന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്യുകയായിരുന്നു. അതിൽ കടുത്ത അതൃപ്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ചില നേതാക്കൾക്കുമുണ്ട്. പക്ഷേ ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രതികരണം ഉണ്ടാവുകയോ അവർ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നിലയുണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ തന്നെ ശ്രീലേഖയെ പലവട്ടം വീട്ടിലെത്തി കണ്ടിരുന്നു. അവർ ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംസാരിച്ചതിൽ നിന്നാണ് വട്ടിയൂർക്കാവ് സീറ്റ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് സീറ്റിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശ്രീലേഖ ഇതിനോട് എതിർപ്പ് അറിയിച്ചിട്ടില്ല. അതായത് മത്സരിക്കാനുള്ള താല്പര്യം തന്നെ ശ്രീലേഖയ്ക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ആശങ്കകൾ ഉണ്ടായിരുന്നത് ഏതെങ്കിലും നിലയിൽ ഇനിയിപ്പോൾ മത്സരിച്ച് വിജയിക്കുന്നു, അങ്ങനെ കോർപ്പറേഷന്റെ ഭൂരിപക്ഷം പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു ആശങ്ക മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് കൊടുക്കാനുള്ള ഒരു ധാരണയിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു. അത് ഏറെക്കുറെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഔദ്യോഗിക വിഭാഗം എടുത്ത തീരുമാനമാണ്. ഇനി വട്ടിയൂർക്കാവ് സീറ്റിൽ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അടക്കമുള്ള കേന്ദ്ര പദവികൾ നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി ശ്രീലേഖയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് ഒന്നിലധികം പദവികൾ പരിഗണനയിൽ കൂടിയുണ്ട്. പക്ഷേ ആദ്യം വട്ടിയൂർക്കാവ്, അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി. അപ്പോൾ ശരിക്കും ബമ്പർ അടിച്ചത് VV രാജേഷിനേക്കാൾ ശ്രീലേഖയ്ക്കാണല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ ശ്രീലേഖ ഈ ദിവസങ്ങളിൽ അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷൻ മേയർ സ്ഥാനം വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നു. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് തലേദിവസവും അന്നത്തെ ദിവസം രാവിലെയും ഒക്കെ അവർ ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പല രീതിയിൽ അന്നത്തെ ദിവസം രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി, ഗണപതി ഹോമമൊക്കെ നടത്തി, വലിയ രീതിയിൽ എല്ലാവരോടും ചിരിച്ചിടപെടി നിന്ന ആളാണ്. പക്ഷേ ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു എന്ന് കണ്ടതിന് ശേഷം പിന്നീട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അവസാനം പ്രഖ്യാപനം വരുന്ന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്ന് ഇവിടെ ആ പ്രഖ്യാപനം നടക്കുന്ന വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ അതൃപ്തി പ്രകടമായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് തന്നെ സംസ്ഥാന നേതൃത്വം, അതായത് ദില്ലിയിൽ ഉണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ശ്രീലേഖയോട് ഇക്കാര്യം സംസാരിച്ച് അതിൽ ധാരണയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പരസ്യ പ്രതികരണം തൽക്കാലം വേണ്ടതില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള തനിക്ക് ലഭിക്കാതെ പോയതിലുള്ള അമർഷമോ നിരാശയോ ഒന്നും തന്നെ പ്രകടിപ്പിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ശ്രീലേഖയ്ക്ക് മുന്നിൽ സംസ്ഥാന നേതൃത്വം വെച്ചിട്ടുണ്ട്. കാരണം ഇത്തവണ ആ പിഴവുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയത് സംസ്ഥാന നേതൃത്വത്തിന്റെയാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീലേഖയോട് ഇത്തരത്തിലുള്ള അഭ്യർത്ഥന നടത്തുകയും ഒപ്പം തന്നെ ഓഫറുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് സംസ്ഥാന നേതൃത്വം ഇന്നലെ തന്നെ എത്തിച്ചേർന്നത്. സുജയ, ശരി. ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്.